2023-24 ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലാണ് ഒരു സ്വാപ്പ് ഡീലിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമായ ആരാധകരുടെ ഹൃദയാന്തരങ്ങളിൽ എന്നും സൂക്ഷിച്ചിട്ടുള്ള പേരാണ് സഹൽ അബ്ദുസമദ് എന്ന് പറയുന്നത്. മധ്യനിരയിലെ ആ മായാജാലക്കാരൻ മോഹൻ ബഗാനിലേക്കും ബഗാനിൽ നിന്നും അവരുടെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളും അവരുടെ ക്യാപ്റ്റനും കൂടിയായിരുന്ന പ്രീതം കോട്ടാൽ ദ ഇന്ത്യൻ ഇൻ്റർനാഷണൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും കടന്നു വരുന്നത്. പലരും സഹലിനോടുള്ള കടുത്ത ആരാധനപൂർവ്വം ഈ ഡീലിനെ ഒരു പരാജയ ഡീലാക്കി മാറ്റുമെന്ന് പ്രവചിച്ചു തുടങ്ങി. പലരും എഴുതി തള്ളപ്പെട്ടു. കാരണം പ്രീതം കോട്ടാൽ ഡിഫൻസ് നിരയിലേക്ക് എത്തുമ്പോൾ മധ്യനിര ഭരിക്കാൻ ആരെന്ന ചോദ്യത്തിന് പലരും ഉത്തരം കണ്ടെത്തിയില്ല. എന്നാൽ ഇവിടെയാണ് ചിലരെ വികാരം മാറ്റി നിർത്തി ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. ഒരൊറ്റ കാരണത്താൽ പ്രീതം കോട്ടാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇനി സീസണിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ഡിഫൻഡർ എന്ന് ഏറ്റെടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ വരവേൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സീസണിൽ ഡിഫൻസ് നിര ആരാധകർക്ക് നൽകിയത് നിരാശാജനകമായിട്ടുള്ള സിറ്റുവേഷൻ മാത്രമാണ്. പ്രീതം കോട്ടാലിൻ്റെ പ്രകടനത്തിൽ ഒരു ആരാധകനും സംതൃപ്തി കണ്ടെത്താനായില്ല എന്ന് വേണം പറയാൻ. ബഗാനിൽ വേറെയും കേരള ബ്ലാസ്റ്റേഴ്സിൽ വേറെ പ്രീതവും ആകെ വിമർശിച്ച ആരാധകർ മാത്രമായിരുന്നു അയാൾക്ക് ചുറ്റും. ഒരുപക്ഷെ പ്രീതം കോട്ടാലിനെ മാറ്റി മറ്റൊരു ഇന്ത്യൻ യുവതാരത്തെ ഇറക്കണമെന്ന് പലരും പറഞ്ഞു. ആരെ പറ്റിയാണ് പറയുന്നത്? ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഡിഫൻഡറെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ISL കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു കളിക്കാരനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ സീസണിൻ്റെ അവസാന നിമിഷത്തിൽ പ്രീതത്തിൽ നിന്നും വന്ന പല മിസ്റ്റേക്കുകളും നിരാശയോടെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കണ്ടു നിന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ തങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റിനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കണം. മറുഭാഗത്ത് സഹൽ അബ്ദുസമദ് എന്ന മലയാളി താരം, അത്രയും മികച്ച താരങ്ങളുള്ള ഒരു കുത്തൊഴുക്കുള്ള ഒരു ടീമാണ് ബഗാൻ. മധ്യനിരയിലെ സ്ഥിരക്കാരനായി മാറുന്ന കാഴ്ചകളാണ് എല്ലാവരും കണ്ടത്. തൻ്റെ കഴിവ് അവിടെ തെളിയിക്കുന്ന ഓരോ കാഴ്ചകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സങ്കടത്തോടെ വീക്ഷിക്കാൻ ആരംഭിക്കുന്നു. ഒരു നിമിഷം പഴയ ആ ഒരു കഥകളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഓർത്തിരിക്കണം. എന്നാൽ ഈ നിമിഷം പലരും അറിയാതെ തന്നെ പ്രീതത്തെ വിമർശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 2024-25 സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടാൻ വരുമ്പോൾ ഡിഫൻസ് നിരയിലെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് വിദേശ താരമായ മിലോസ്. ആ നിരയിലേക്ക് കടന്നു വന്ന കൊയ്ഫിൻ്റെ പിന്തുണയും കൂടെയാണ് ആരാധകർക്ക് ഏകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിലൊക്കെ പ്രീതം കോട്ടാൽ എന്ന് പറയുന്ന പേര് ആരാധകർ മറന്നിരിക്കണം. കാരണം കഴിഞ്ഞ സീസണിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ്സ് താരത്തിന് ഉണ്ടാക്കി തരാനായിട്ട് സാധിച്ചിട്ടില്ല. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീതം കളം വിട്ട് ഒഴിയണം, സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രീതം ടീം വിട്ട് പോകണം എന്നൊക്കെ പല വാർത്തകളും പടച്ചുവിട്ടു. എന്നാൽ ആ വാർത്തകൾക്കും കഴിഞ്ഞുപോയ വിമർശനങ്ങൾക്കും അയാൾ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാം കേട്ടിട്ടും അയാൾ മൗനം പാലിച്ചത് തന്നിലുള്ള ആ പഴയ ബംഗാൾ കടുവയെ പുറത്തു കൊണ്ടുവരാനായിരിക്കും. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച പ്രീതം കോട്ടാൽ. ഇതാണ് ഞങ്ങൾ കണ്ടിരുന്നത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സെൻറ്റർ ബാക്ക് പ്രീതം കോട്ടാൽ. ഇന്ന് പ്രീതം കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഡിഫൻസ് നിരയിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഇന്ത്യൻ ഡിഫൻഡറാണ് ഇന്ന് പ്രീതം കോട്ടാൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും കണ്ടത് ഇജാതി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രീതം കോട്ടാലിനെയാണ്. കളിയിലെ താരം ചിലപ്പോൾ നോഹയാണ്, വിജയ ഗോൾ കണ്ടെത്തിയത് ക്വാമി പെപ്രയാണ്. പക്ഷേ ഡിഫൻസിലെ ബംഗാൾ കടുവയെ ആരും കാണാതെ പോയില്ല എന്ന് വേണം പറയാനേ. കാരണം ആരാധകർക്ക് ആവശ്യമുള്ള ഒരു ഡിഫൻഡർ എന്ന രീതിയിൽ ഒന്ന് ടാഗ് ലൈൻ്റെ രീതിയിലാണ് പ്രീതം തൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചത്. മത്സരത്തിൻ്റെ പല നിമിഷങ്ങളിലും പ്രീതത്തിൻ്റെ മികവുറ്റ പ്രകടനത്തിന് വേണ്ടി കൈയടിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അയാളെ പുച്ഛിച്ച ആ ഒരൊറ്റ കുറ്റത്തിന് മനസ്സിൽ തന്നെ പലരും ക്ഷമാപണം നടത്തിയിരിക്കണം. ഇതാണ് പ്രീതം കോട്ടാൽ. തന്നെ മറികടക്കാൻ കഴിയാത്ത വിധം ഡിഫൻസ് നിരയിൽ ഒരു കോട്ടവാതിൽ പടുത്തുയർത്താൻ കെൽപ്പുള്ള ദ ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്രീതം കോട്ടാൽ.